അമ്മാവൻ നീ എവിടെ പോന്നെ? ഞാൻ കുവൈറ്റിലേക്ക് മനുവിനെ കൊണ്ടുവിടാൻ ദുബായിക്ക്. എന്നെ കൊണ്ടുവിടാനാ? അത് ശരി. നീ എവിടെ പോന്നു? ഞാൻ ദുബായിലേക്ക് അമ്മാവനെ കൊണ്ടുപോകാനുണ്ട്. ഓക്കെ. അല്ല പിന്നെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ അമ്മാവൻ ഇന്ന് തിരിച്ച് കുവൈറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഞാനും ദുബായിക്ക് തിരിച്ചു പോകണം. അമ്മാവനോടെ ജോലിയൊക്കെ റെഡിയായിട്ട് പോകണം. ഞാൻ വിസിറ്റിങ്ങിനാണ് പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ പറശ്ശിനിക്കട വഴി പോകണമെന്ന് അമ്മാവൻ പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും പറശ്ശിനിക്കട പോയി അവിടുന്ന് എയർപോർട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അമ്മാവൻ്റെ ഫ്ലൈറ്റ് വൈകുന്നേരം 4:15 എൻ്റെ ഫ്ലൈറ്റ് വൈകുന്നേരം 5:15. അപ്പോൾ ഒരുമിച്ച് ഞങ്ങൾ പോകാമെന്ന് പ്ലാൻ ചെയ്തു. ഞാൻ അമ്മാവൻ ഞങ്ങൾ രണ്ടുപേരും യാത്രയാക്കാൻ വേണ്ടി ദീപേട്ടൻ, വിനീഷ്, പിന്നെ ശ്രീരാജ്, ഞങ്ങൾ 5 പേരും കൂടെയാണ് പോകുന്നത്. അപ്പോൾ രാവിലെ ഞങ്ങളൊരു 9:30 ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് നേരെ പറശ്ശിനിക്കടവിലെത്തി. അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുത് ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോയി, പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നേരെ എയർപോർട്ടിലോട്ട് പോവുക. പറശ്ശിനിക്കടവിൽ നിന്ന് എയർപോർട്ടിലോട്ട് വലിയ ദൂരമില്ല. പിന്നെ അമ്മാവനൊരു 1:45, 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അമ്മാവന് ചെക്കിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എനിക്കും 2:30 ആകുമ്പോഴത്തേക്ക് എനിക്കും ചെക്കിങ് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേറെ അങ്ങ് പോകാൻ നിന്നില്ല, നേരെ എയർപോർട്ടിലോട്ട് പോയി. ഒരു മണിക്കൂറിൻ്റെ അടുത്താണ് എടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇറങ്ങി വന്ന് ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ എയർപോർട്ടിലോട്ട് പോയി. എയർപോർട്ടിൽ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ലഗേജൊക്കെ ഇറക്കി വണ്ടി താഴെ കൊണ്ട് പാർക്ക് ചെയ്ത് അവർ മുകളിലോട്ട് കയറി വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അപ്പോഴത്തേക്കും അമ്മാവൻ്റെ ചെക്കിൻ സ്റ്റാർട്ട് ചെയ്തു. അമ്മാവനോട് നിന്ന് മെല്ലെ അകത്തോട്ട് പോകാനുള്ള പരിപാടികളൊക്കെ നോക്കി. അപ്പോൾ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ. എല്ലാവരും കൂടെ ഇന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. എന്നുവെച്ചാൽ അമ്മാവൻ 1 വർഷമായിട്ട്
നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. ഞാൻ മുകളിലോട്ട് വരാം. നീ എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് വിളിക്കാട്ടാ. അപ്പോഴത്തേക്ക് എൻ്റെ ചെക്കിങ് കഴിയുമായിരിക്കും. ഇപ്പോൾ കുറച്ച് തിരക്ക് കൂടുതലായിരുന്നു എയർപോർട്ടിൽ. ഒരു 4-5 ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ഉണ്ട്, ഒരു 1 hour, ഹാഫ് ആൻ അവർ ഇടവിട്ട്. അതുകൊണ്ട് കുറച്ചധികം നേരം തന്നെ പുറത്ത് തന്നെ ക്യൂ നിൽക്കേണ്ടി വന്നു. അപ്പോഴത്തേക്കും എൻ്റെ ചെക്കിൻ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതുകൊണ്ട് ഞാനും അകത്തോട്ട് അമ്മാവൻ കയറിയതിൻ്റെ പുറകെ തന്നെ ഞാനും കയറി. പക്ഷെ നല്ല ക്യൂ ആയിരുന്നു അവിടെ. അമ്മാവൻ ഇനി എൻ്റെ സെക്യൂരിറ്റി ചെക്കിങ്ങും എമിഗ്രേഷനും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഗേറ്റിൻ്റെ അവിടെ നിന്ന് മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവിടുന്ന് ഞാനും എല്ലാ അകത്തോട്ട് പോയി. എത്തിച്ചേടാ പോന്ന്. അങ്ങനെ അമ്മാവൻ്റെ ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് ഓപ്പൺ ആയി. അമ്മാവൻ ഫ്ലൈറ്റിലോട്ട് കയറി. ഈ റൺവേയിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ഫ്ലൈറ്റാണ് അമ്മാവൻ പോകുന്ന ഫ്ലൈറ്റ്, എയർ ഇന്ത്യ എക്സ്പ്രസ്. അങ്ങനെ അമ്മാവൻ ഇതാ റൺവേയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇനി അമ്മാവൻ 2 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ കാണാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ടൈമുമായി. എൻ്റെ ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് ഓപ്പണായി. ഞാനങ്ങനെ എൻ്റെ ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. ഞാനെടുത്തത് എയർ ഇന്ത്യ എക്സ്പ്രസ് തന്നെയാണ്. അബുദാബിക്കാണ്. ഞാൻ സ്റ്റേ ചെയ്യുന്നത് ദുബായിലാണ്. ഞാൻ അബുദാബിക്കാണ് ടിക്കറ്റ് എടുത്തത്. കാരണം അബുദാബിക്ക് ടിക്കറ്റ് റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവായതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് എടുത്തത്. അബുദാബിയിൽ നിന്ന് ദുബായിക്ക് ബൈ ബസ്സിന് പോകാം. അവിടുന്ന് 24 hours ഷട്ടിൽ സർവീസ് ഉണ്ട്. അങ്ങനെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലേക്ക് ഞാനും കയറി. ഇതിൽ എനിക്ക് തോന്നിയൊരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ, എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഫ്ലൈറ്റിൽ ഞാൻ കുറേ പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ട്രാവൽ ചെയ്ത ഫ്ലൈറ്റ് ആയിരുന്നു ഏറ്റവും നല്ല ഫ്ലൈറ്റ്. കാരണം എന്താ വെച്ചാൽ നല്ല ലെഗ് സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല ക്ലീനായിരുന്നു, നല്ല നീറ്റായിട്ടുള്ള ഫ്ലൈറ്റ് ആയിരുന്നു. അടിപൊളി ലൈറ്റിംഗ് ഒക്കെ ആയിരുന്നു ഉള്ളിൽ. നല്ല സർവീസും ആയിരുന്നു. അങ്ങനെ ഞാൻ കയറി സീറ്റൊക്കെ തപ്പി കണ്ടുപിടിച്ച് അങ്ങനെ വിൻഡോ സീറ്റ് തന്നെ ഞാൻ ചോദിച്ചു വാങ്ങിയിട്ടുണ്ടായിരുന്നു. വിൻഡോ സീറ്റ് ഇല്ലെങ്കിൽ പിന്നെ ഒരു രസം ഉണ്ടാവില്ല യാത്ര ചെയ്യാൻ. 4 മണിക്കൂറാണ് ഇവിടുന്ന് അബുദാബിക്ക് ഫ്ലൈയിങ് അവർ കാണിച്ചിരുന്നത്. പക്ഷേ ഞങ്ങളിവിടുന്ന് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ തന്നെ ഒരു 10-15 മിനിറ്റ് ലേറ്റായിട്ടാണ് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കണ്ണൂർ എയർപോർട്ടിൽ നിന്നും വിട്ട് കുറേ മുകളിലോട്ട് എത്തിയപ്പോഴത്തേക്കും സീറ്റ് ബെൽറ്റൊക്കെ നമുക്ക് റിലീസ് ചെയ്യാന്നുള്ള സൈനൊക്കെ വന്നു. താഴോട്ടുള്ള വിസിബിലിറ്റി ഒക്കെ ഭയങ്കര കുറവായിരുന്നു, ഭയങ്കര മേഘമൊക്കെ ആയിരുന്നു. അങ്ങനെ ഇനി അബുദാബി എയർപോർട്ടിൽ 4 മണിക്കൂറുകൾ കഴിയുമ്പോഴത്തേക്കും എത്തും.
മൊബൈലിലൊരു സിനിമയും കണ്ട് ഒരു ഉറക്കമൊക്കെ ഇറങ്ങി. പിന്നെ ഇറ്റപ്പോഴത്തേക്കും അബുദാബിയിലെത്താറായി. ടേക്ക് ഓഫ് ഡിലേ ആയിരുന്നെങ്കിലും ഞങ്ങൾ 25 മിനിറ്റ് മുമ്പേ ലാൻഡ് ചെയ്തു. ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് ദുബായിക്കാണ് പോകേണ്ടത്. ഞാൻ ഇവിടുന്ന് ബസ്സിന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. എട്ട് മണിക്കൊരു ബസ് ഇബ്നു ബത്തൂത്ത മാളിലേക്കുണ്ട്. അതിന് കയറണം എന്നുള്ളതുകൊണ്ട് ഞാൻ വേഗം തന്നെ അവിടുന്ന് ഇറങ്ങി. അപ്പോഴത്തേക്ക് അമ്മാവൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അവനവിടെ സേഫായിട്ട് ലാൻഡ് ചെയ്തു, എയർപോർട്ടിലാണുള്ളതെന്ന് പറഞ്ഞ്. മൊബൈലിൽ ചാർജ് കുറവായതുകൊണ്ട് തന്നെ പിന്നെ അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാം.